നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ ജനിതകത്തിൻ്റെ പാർട്ട് 1 സൂപ്പറായിട്ട് പഠിച്ചു. അപ്പോൾ അതിനകത്ത് മിസ് കമൻസ് കംപ്ലീറ്റ് കണ്ടത് നമ്മുടെ പാർട്ട് 2 വേണം എന്നുള്ള കമൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താ മിസ് പാർട്ട് 2 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എൻ്റെ മക്കൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ബാച്ചിൻ്റെ ലൈവ് ഏപ്രിൽ 21 നമ്മുടെ ലക്ഷ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇനി നമ്മളിത് ഇവിടെ വെച്ചാണ് ലാസ്റ്റായിട്ട് നിർത്തിയത് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുഞ്ഞ് സെല്ലിൽ നമ്മൾ DNA ലെങ്ത് എത്രയാണ് പറഞ്ഞത്? 2 മീറ്റർ അല്ലേ? ഈ 2 മീറ്റർ ലോങ് DNA എങ്ങനെയാണ് കുഞ്ഞ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത്? ആ ഒരു കാര്യമായിരുന്നു മിസ് ലാസ്റ്റായിട്ട് ചോദിച്ചത്. അതിന് കുറേ മക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു DNA പാക്കേജിങ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? നമുക്ക് എന്തൊരു സാധനവും നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും കുഞ്ഞായിട്ട് ഒതുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? പാക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ റൂമിൽ തന്നെ ചെറുപറ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ നമ്മളൊന്ന് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സ്പേസ് കിട്ടും അല്ലേ? കുറച്ച് സ്ഥലത്ത് നമുക്ക് കുറേ സാധനങ്ങൾ ഒതുക്കി വെക്കാൻ പറ്റില്ലേ? അതേപോലെയാണ് നമ്മുടെ ഈ 2 മീറ്റർ നീളമുള്ള നമ്മളുടെ DNA എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കോശം അല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള കോശം അല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ക്രോമസോമുകളായിട്ടാണ് നമ്മളുടെ DNA നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഉള്ളിലായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ DNA എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് അറിയാമോ? നമ്മുടെ ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ DNA അകത്ത് എന്താ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു, നമ്മളുടെ ന്യൂക്ലിയോടൈഡുകളാണ്. ഇനി നമ്മൾ ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് DNAയും പ്ലസ് ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ആണുള്ളത്. ഒരു പ്രോട്ടീൻ അല്ല, ഒന്നിലധികം പ്രോട്ടീനുകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നമ്മളുടെ ഈ ഒരു 2 മീറ്റർ ലോങ് DNA നമ്മൾ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തിൻ്റെ അകത്ത് ക്രോമസോമിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അല്ലേ നമ്മളുടെ ക്രോമസോമിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് ആരൊക്കെയാണ് കാണാൻ പറ്റുക? നമ്മളുടെ DNA ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആരുണ്ട്? ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ ഒരു പ്രോട്ടീൻ അല്ല അല്ലേ? ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അല്ല എന്ന് മിസ് പറഞ്ഞു. പിന്നെ എത്ര പ്രോട്ടീൻ ആയിരിക്കും എന്നായിരിക്കും എൻ്റെ മക്കൾ ചിന്തിക്കണേ. അപ്പോൾ DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DNAയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഡബിൾ ഹെലിക്സ് സ്ട്രാൻഡാണ്. അപ്പോൾ ഈ ഹിസ്റ്റോൺ എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, ഹിസ്റ്റോണുകൾ നമുക്ക് മെയിനായിട്ട് 8 പ്രോട്ടീൻസ് ഉണ്ട്. എത്ര എണ്ണമാണ്? 8 പ്രോട്ടീനുകൾ ചേർന്നൊരു സാധനമായിട്ട് മാറും. റെഡി? അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞുതരാം. ഇതൊരു പ്രോട്ടീൻ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? H2A എന്ന് വിളിക്കാം. ഓക്കെ, അതേപോലെ വേറൊരു H2A. ഈ പ്രോട്ടീനുകളുടെ പേരൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ H2A ആൻഡ് H2B. ഇപ്പോൾ എത്ര എണ്ണമായി? 4 പ്രോട്ടീൻ ആയില്ലേ? ഇനി അടുത്തത് 2 കഴിഞ്ഞു അല്ലേ? 2 എണ്ണം കിട്ടി. ഇനി അടുത്തത് H3 2 എണ്ണം, H3, H4 2 എണ്ണം, H4. ഇപ്പോൾ എത്ര എണ്ണമായി? എണ്ണിക്കേ. 1 2 3 4 5 6 7 8. അങ്ങനെ 8 പ്രോട്ടീനുകൾ ചേർന്നാൽ അല്ലേ നമ്മളൊരു വാക്ക് പറയും. 8 എണ്ണത്തിന് നമ്മൾ പറയുന്ന വാക്കാണ് ഒക്ടാമർ. ഒക്ടാമർ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇത് എന്തിൻ്റെ ഒക്ടാമറാണ്? ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ ഒക്ടാമറാണ്. അങ്ങനെ 5 എണ്ണം ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകും. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ DNA ഇങ്ങനെ ചുറ്റും. ഓക്കെ, നമ്മളുടെ DNA ഇങ്ങനെയല്ല, നമ്മളുടെ DNA ഇങ്ങനെ ചുറ്റും. ഓക്കെ, ഇതേപോലത്തെ വേറെ യൂണിറ്റ് ഇവിടെ ഉണ്ടാകും. ഹിസ്റ്റോൺ ഒക്ടാമർ ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ 8 എണ്ണം ഇവിടെ ഉണ്ടാകും. 8 എണ്ണം. ഇതിൻ്റെ മുകളിൽ നമ്മളെ DNA എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങനെ ചുറ്റും. ഇങ്ങനെ ചുറ്റി പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മിസ് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 1 എവിടെ? 1 ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് H1. അങ്ങനെ H1 ഉണ്ട്. H1 നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടാറില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഇങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്നതാണ്. മിസ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ 4 എണ്ണായില്ലേ? 5 6 7 8. ഇങ്ങനെ 8 പ്രോട്ടീനുകൾ ചേരുന്നതാണ് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമർ.
ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിൽ ആര് വരും മക്കളെ? നമ്മളുടെ DNA ചുറ്റും. DNA ഇതേ ഇങ്ങനെ ചുറ്റും. ഇങ്ങനെ ഒരു ചുറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. എന്താ വിളിക്കുക? ന്യൂക്ലിയോസോം. അപ്പോൾ എന്താണ് ഒരു ന്യൂക്ലിയോസോം എന്നതിൻ്റെ മക്കൾക്ക് മനസ്സിലായോ? നമ്മൾ പറഞ്ഞു നമ്മുടെ ക്രോമസോമിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനുകളുമാണ് കാണുക. അതിൽ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒക്ടാമർ ആയിട്ടാണ് നിൽക്കുക. ഒക്ടാമർ എന്ന് പറഞ്ഞാൽ 8 എണ്ണമുള്ള ഒരു യൂണിറ്റ്. ആ 8 എണ്ണമുള്ള ഒരു യൂണിറ്റിൻ്റെ മുകളിൽ DNA-നെ ഇങ്ങനെ ഒരു തവണ ചുറ്റും. പിന്നെ അടുത്ത 8 എണ്ണം പിന്നെ അടുത്ത 8 എണ്ണം ഇവിടെ ഇങ്ങനെ വരും. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ DNA വീണ്ടും ചുറ്റും. പിന്നെ അടുത്തത് വരും. അങ്ങനെ ചുറ്റി ചുറ്റി നോക്കുമ്പോൾ ഇത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അറിയാൻ തോന്നുക? നമ്മുടെ മാലയിൽ ഇങ്ങനെ മുത്തു കോർത്തതുപോലെ തോന്നും. നമുക്ക് മാലയിൽ ഇങ്ങനെ മുത്തു കോർത്തതുപോലെ തോന്നും. ഇതാണ് നമ്മൾ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ കോശത്തിനകത്ത് കാണുന്ന നമ്മുടെ ക്രൊമാറ്റിൻ ജാലിക അല്ലെ ക്രൊമാറ്റിൻ റെട്ടിക്കുലം. അതിൽ ഈ ബീഡ് എന്താണ്? ഈ മുത്താണ് നമ്മളുടെ ന്യൂക്ലിയോസോം. ഇത് നമ്മളുടെ DNA ആണ്. ഇതാ DNA. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് നമ്മളുടെ DNA-നെ നമ്മൾ വെച്ചിരിക്കുന്നത്. ക്രൊമാറ്റിൻ റെട്ടിക്കുലമായിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിൽ ചുറ്റിയിട്ട് ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. നോക്കിക്കേ, കണ്ടോ? ഇതാണ് മിസ് നേരത്തെ നെയിം ചെയ്തത്. അങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിൽ നമ്മുടെ DNA ഒരു ചുറ്റി പിന്നെ അടുത്ത ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിൽ ചുറ്റി അങ്ങനെ ചുറ്റി പോകും. ഇപ്പോൾ കുറച്ച് DNA ഇങ്ങനെ ചുറ്റി വെച്ചില്ലേ ഇല്ലേ? ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യുന്ന അറിയാവോ? ഇപ്പോൾ ഇത് എത്ര ഉണ്ട് നോക്കിക്കേ. ഇതിൻ്റെ സൈസ് എത്രയുണ്ട്? ഏകദേശം ഒരു 10 നാനോമീറ്റർ ആണ് ഒരു സൈസ് പറയുന്നത്, ഒരു ന്യൂക്ലിയോസോമിൻ്റെ സൈസ്. ഇനി ഇങ്ങനെയുള്ളതാ, ഇതാണ് നമ്മളുടെ ന്യൂക്ലിയോസോം. ഇത് ഓരോന്നും ഓരോ ന്യൂക്ലിയോസോമാണ്. കണ്ടോ? ഇതൊരു ന്യൂക്ലിയോസോം 10 നാനോമീറ്റർ, ഇതൊരു ന്യൂക്ലിയോസോം, ഇതൊരു ന്യൂക്ലിയോസോം, ഇതൊരു ന്യൂക്ലിയോസോം, ഇതൊരു ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോമുകൾ ഈ ഒരു മാലയിൽ മുത്തു കോർത്തതുപോലെയുള്ള ഈ സ്ട്രക്ചർ വീണ്ടും ചുറ്റാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എത്രയായി? ചുറ്റി ഇങ്ങനെ 30 നാനോമീറ്റർ സൈസുള്ള കുറച്ച് തടിയുള്ളൊരു സാധനമായിട്ട് മാറും. ഇവിടെ തീർന്നോ? ഇവിടെ തീർന്നില്ല. ഇതാണ് നമ്മുടെ ആ 30 നാനോമീറ്ററിലുള്ള ആ സാധനം. ഈ സാധനമാണിത്. ഈ സാധനമാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ട്രാൻഡ് ഇതിനി വീണ്ടും ചുറ്റും. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഒരു സിലിണ്ടർ പോലെയാവും. പിന്നെ എത്രയായി? ഇത് നമ്മളിതിങ്ങനെ ചുറ്റി ഈ 30 നാനോമീറ്ററുള്ള ഈ സാധനം ഇങ്ങനെ ചുറ്റി ഇത് എത്ര ഉണ്ടാവും എന്നറിയാമോ? ഏകദേശം 300 നാനോമീറ്റർ ആവും. ഇങ്ങനെയാകും. ഓക്കെ, ഇത് വീണ്ടും ചുറ്റിയിട്ടാണ് നമ്മളുടെ ക്രോമസോമായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ 2 മീറ്റർ നീളമുള്ള DNA 46 ക്രോമസോമിൻ്റെ അകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത്. റെഡി? ഇനി ഇത് മിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിസ് വേറൊരു സാധനവും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മളുടെ DNA. ഓക്കെ, ഈ DNA-യുടെ കൂടെ ആര് വരികയാണ്? അപ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ വരും. നോക്കിക്കോ, ഈ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഇതിൻ്റെ മുകളിൽ വന്ന് വീഴുന്നു. അപ്പോൾ വീഴും കേട്ടോ. ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ. എന്നിട്ട് ഈ ഹിസ്റ്റോണിൻ്റെ മുകളിൽ നമ്മുടെ DNA ഇങ്ങനെ ചുറ്റും. കണ്ടോ? DNA ചുറ്റി ഇങ്ങനെ വരികയാണ്. കണ്ടോ? ഇതാണ് നമ്മളുടെ ഒരു ന്യൂക്ലിയോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഒരു ന്യൂക്ലിയോസോമായി ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ മുകളിൽ DNA ചുറ്റിയിട്ട് ആ ന്യൂക്ലിയോസോമുകൾ വീണ്ടും ചുറ്റുകയാണ്. ഓക്കെ, ഇപ്പം എന്തായി? വേറൊരു സാധനമായി അല്ലേ? ഇനി ഈ ചുറ്റിയ സാധനങ്ങൾ വീണ്ടും കോയിൽ ചെയ്യും. നോക്കിക്കോട്ടോ. ഇതിങ്ങനെ ചുറ്റി ഇനി നമ്മുടെ ക്രോമസോമിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒതുക്കി വെക്കും. കണ്ടോ? ഈ സാധനം വീണ്ടും ചുറ്റുകയാണ്. ഇതാണ് നമ്മൾ കാണുന്ന ക്രോമസോമിൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ DNA-യുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്.
ഈ രീതിയിലാണ് എന്ത് ചെയ്തത്, 2 മീറ്റർ നീളമുള്ള DNA നമ്മളുടെ ഓരോ സെല്ലിലെയും ന്യൂക്ലിയസിൻ്റെ അകത്ത്, മർമ്മത്തിനകത്തുള്ള ക്രോമസോമിൻ്റെ ഉള്ളിലായിട്ട് പാക്കേജ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇതാ മെയിനായിട്ട് ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു ക്രോമസോമിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഉണ്ട്, അതുപോലെ DNA ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒക്ടാമർ ആയിട്ടാണ് നിൽക്കുക. എന്തുകൊണ്ടാണ് ഇതിന് ഒക്ടാമർ എന്ന് പറയുന്നത്? കാരണം 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒരുമിച്ച് ചേർന്ന ഒരു യൂണിറ്റ് ആയിട്ടുണ്ട്. ആ യൂണിറ്റിൻ്റെ മുകളിൽ DNA ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയോസോമുകൾ ചുറ്റുന്നു, വീണ്ടും ചുറ്റുന്നു, വീണ്ടും ചുറ്റുന്നു, അങ്ങനെ പല ലെവലിൽ ഇങ്ങനെ ചുറ്റിയാണ് ക്രോമസോമിൻ്റെ അകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 2 മീറ്റർ ലോങ് DNA എത്ര എണ്ണത്തിൽ? നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ 46 ക്രോമസോമുകളിലാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒതുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു വാക്ക് പറയുന്നുണ്ട്, അതാണ് ക്രോമാറ്റിഡ് ആൻഡ് സെൻട്രോമിയർ. എന്താണ് ക്രോമാറ്റിഡ്, എന്താണ് സെൻട്രോമിയർ? അപ്പോൾ ക്രോമസോം എന്താണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായി. നമ്മുടെ കോശത്തിനകത്തുള്ള നമ്മുടെ DNA ഇങ്ങനെ ചുരുക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, ഈ ക്രോമസോം ഇവരിങ്ങനെ ഒരു നടുവിൽ നമുക്കൊരു സാധനം കാണാം. ഇതിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയാം. സെൻട്രോമിയർ. ഓക്കെ, ഈ ക്രോമസോം എന്ത് ചെയ്യും? കോശവിഭജനം, സെൽ ഡിവിഷൻ, നിങ്ങൾ ചിലപ്പോൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെൽ ഡിവിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് നിങ്ങൾ പഠിച്ചു കാണില്ല. കോശവിഭജനം അല്ലെ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ DNA കണ്ടന്റ് കൂടും. അതായത് ഒരു കോപ്പി കൂടെ ഉണ്ടാക്കും. നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ ക്രോമസോം എന്ത് ചെയ്യുന്നറിയാവോ? ഒരു കോപ്പി കൂടെ ഉണ്ടാക്കും. അപ്പോൾ ഒരു ക്രോമസോമിന് തന്നെ എത്ര എണ്ണം ഉണ്ട്? 2 ആംസ് ഉണ്ട്. ഇതും ഇത് ഒരു ആം, ഇത് വേറെ ഒരു ആം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്. ഇതൊരു ക്രോമാറ്റിഡ്, ഇത് മറ്റൊരു ക്രോമാറ്റിഡ്. ഇത് രണ്ടും നടുവിൽ സെൻട്രോമിയറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രോമിയർ, ഇതാണ് നമ്മുടെ ക്രോമാറ്റിഡ്. അപ്പോൾ ഈ ക്രോമസോമിന് എത്ര ക്രോമാറ്റിഡ് ഉണ്ട്? 2 ക്രോമാറ്റിഡ് ഉണ്ട്. ഓക്കെ, സോ ക്രോമാറ്റിഡ് ആർ ദ പാർട്ട് ഓഫ് ക്രോമസോം വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്രോമാറ്റിഡ് ആണ്. ഈ 2 ക്രോമാറ്റിഡ് എന്താണ്? ഇതൊരു ക്രോമാറ്റിഡ് ആണ്. ഇതിന് നടുവിൽ ആരാ ബന്ധിപ്പിച്ചിരിക്കുന്നത്? സെൻട്രോമിയർ. ഇനി കോശം വിഭജിക്കുന്ന സമയത്ത് ഈ ഒരു ആൾക്ക് ഒന്നും കൂടെ വരും. അപ്പോൾ ഈ 2 ക്രോമാറ്റിഡുകളെ നടുവിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആരാണ്? സെൻട്രോമിയർ ആണ്. അത്രയും മുഖ്യമാണ്. അത്ര മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ക്രോമസോമുകളിലേക്ക് വരികയാണ്. മിസ് നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ നമ്മളുടെ ഓരോ കോശം, ഓരോ സെല്ലിൻ്റെ അകത്ത് നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഓരോ ന്യൂക്ലിയസിൻ്റെ അകത്ത് നമ്മൾക്ക് 46 ക്രോമസോം ഉണ്ട്. എത്രയാണ്? 46 ക്രോമസോം. ഈ 46 ക്രോമസോമും ഒറ്റയ്ക്കല്ല, അവർ പെയറായിട്ടാണ് നിൽക്കുന്നത്, ജോഡികളായിട്ടാണ് നിൽക്കുന്നത്. അപ്പം 46 എണ്ണത്തിന് നമുക്ക് എന്ത് പറയാം? 23 പെയർ എന്ന് പറയാം, 23 ജോഡി എന്ന് പറയാം. ഓക്കെ, ഇതേപോലെയാണ് നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നത്. കണ്ടോ? ഇതൊരു ജോഡി, ഇതൊരു ജോഡി, ഇതൊരു ജോഡി, ഇതൊരു ജോഡി, അങ്ങനെ 23 ജോഡികളായിട്ടാണ് നമ്മുടെ ഓരോ കോശത്തിലും ക്രോമസോമുകളുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഇവരെന്താ ഇങ്ങനെ ജോഡി ചേർന്ന് നിൽക്കുന്നേ? ഇതിന് കാരണം എന്താണെന്നറിയാവോ? ഇതിൽ ഒന്ന് നമുക്ക് അച്ഛൻ തന്നതാണ്, ഒന്ന് നമുക്ക് അമ്മ തന്നതാണ്. ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം നടന്നിട്ടല്ലേ നമ്മളുണ്ടായത്? അച്ഛൻ്റെ സ്പേമും അമ്മയുടെ ഓവവും അതുപോലെ ബീജവും അണ്ടവും കൂടി ചേരുന്ന സമയത്ത് അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന 23 എണ്ണം, ജോഡിയല്ല, ആ 23 എണ്ണമാണ് ഒന്നാമതായിട്ട് കാണിച്ചിരിക്കണേ. ഇത് അച്ഛൻ്റെ ആയിരിക്കാം, ഇത് അച്ഛൻ്റെ ആയിരിക്കാം, ഇത് അച്ഛൻ്റെ ആയിരിക്കാം, പറയുകയാണേ മിസ് അതേപോലെ അമ്മയുടെ ഉണ്ട്, അമ്മയുടെ. ഓക്കെ, അങ്ങനെ അവരുടെ 2 പേരുടെയും 23 എണ്ണം ചേർന്ന് പെയറായതാണ്. അച്ഛനും അമ്മയും പെയേഴ്സ് അല്ലേ? അതേപോലെ അച്ഛൻ്റെ അമ്മയുടെ ഓരോ ക്രോമസോമുകളും ജോഡി ചേർന്ന് എന്തായി? ഇങ്ങനെ 23 പെയേഴ്സ് ആയിട്ടാണുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വ്യത്യാസ തരം അല്ലേ? ഒരു വ്യത്യസ്ത തരം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ക്രോമസോമിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയാണെന്നറിയാവോ? ക്രോമസോമുകളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം.
ഓക്കെ, അതിലൊന്നാണ് സൊമാറ്റിക് ക്രോമസോം. എന്താ പറയുക? സൊമാറ്റിക് ക്രോമസോം. മലയാളത്തിൽ നമ്മൾ പറയും സ്വരൂപ ക്രോമസോം. സ്വരൂപ ക്രോമസോം. ഓക്കെ, അടുത്തതാണ് സെക്സ് ക്രോമസോം. സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോം. സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോം. അപ്പം മിസ് പറഞ്ഞു ടോട്ടൽ നമുക്ക് 46 എണ്ണം ഉണ്ട്. ആ 46 എണ്ണത്തിൽ 44 ക്രോമസോമും എന്താണ്? സ്വരൂപ ക്രോമസോം അല്ലെങ്കിൽ നമ്മുടെ സൊമാറ്റിക് ക്രോമസോമാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും, അതായത് നമ്മളുടെ മെറ്റബോളിസമോ, നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, പിന്നെ നമ്മളുടെ ശരീരത്തിലെ ഗ്രോത്ത്, നമ്മുടെ വളർച്ച, ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള ജീനുകൾ ഈ 44 എണ്ണം അല്ലെങ്കിൽ 22 ജോഡിയിലാണുള്ളത്. ആദ്യത്തെ 22 എണ്ണം. ഇനി ബാക്കി എത്രയുണ്ട്? വെറും 2 എണ്ണം അല്ലേ? 2 എണ്ണമാണ് നമ്മുടെ സെക്സ് ക്രോമസോം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു പെയർ. ഓക്കെ, അപ്പം നമ്മുടെ ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ സ്വരൂപ ക്രോമസോമുകളാണ്. സ്വരൂപ ക്രോമസോമുകൾ നമുക്ക് 44 എണ്ണം അല്ലെങ്കിൽ 22 ജോഡികളാണുള്ളത്. ഓക്കെ, ഈ 22 ജോഡികളും എങ്ങനെയാണ് കാണുന്നത്? പെയറായിട്ടാണ്. ഓക്കെ, ജോഡി ചേർന്ന് കാണുന്നത് കൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹോമോലോഗസ് ക്രോമസോം അല്ലെങ്കിൽ ഹോമോലോഗസ് പെയർ എന്ന് വിളിക്കും. ജോഡികളായിട്ട് കാണുന്നതുകൊണ്ട് ഹോമോലോഗസ് ക്രോമസോം എന്നാണ് പറയാം. ഹോമോലോഗസ് ക്രോമസോം. കാരണം അവരുടെ പൊസിഷൻ, അതിനകത്തുള്ള ജീനിൻ്റെ പൊസിഷനും അവരുടെ സൈസൊക്കെ നോക്കിക്കേ മക്കളെ. ഇതിൻ്റെ സൈസ് നോക്കിക്കേ. ഇത് രണ്ടും ഒരേപോലെ അല്ലേ ഏകദേശം? ഇത് രണ്ടും ഏകദേശം ഒരേപോലെ അല്ലേ? ഇത് രണ്ടും ഏകദേശം ഒരേപോലെ, ഇത് രണ്ടും ഏകദേശം ഒരേപോലെ. അപ്പോൾ ഈ ജോഡികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം. ഓക്കെ, ഹോമോലോഗസ് ക്രോമസോം. ആൻഡ് ഈ 44 എണ്ണം പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യത്യാസമൊന്നുമില്ല. ചെറിയ ചെറിയ ജീനുകളിലുള്ള വ്യത്യാസം അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സെക്സ് ക്രോമസോം നമുക്ക് 2 തരത്തിലുണ്ട്. എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ, ഫീമെയിൽസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് 2 എക്സ് ക്രോമസോമാണുള്ളത്. പക്ഷേ പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ് ക്രോമസോമും ഉണ്ട്, അതേപോലെ ഒരു വൈ ക്രോമസോമും ഉണ്ട്. ഇതിൽ ഈ വൈ ക്രോമസോം കമ്പാരിറ്റീവ്ലി എക്സിനേക്കാൾ ചെറുതാണ്. നിങ്ങൾക്ക് ഈ പൊസിഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ? ഈ ചിത്രത്തിനകത്ത് ഇതാണ് നമ്മുടെ വൈ ക്രോമസോം. ഇതാണ് നമ്മുടെ വൈ ക്രോമസോം. പൊസിഷൻ ഇത്തിരി ചെറുതാണ്. അതിൽ വൈ ക്രോമസോമിൽ ഒരു ജീനുണ്ട്. ആ ജീനിൻ്റെ പേരാണ് SRY ജീൻ. ഈ SRY ജീനാണ് കുഞ്ഞുങ്ങളിൽ ടെസ്റ്റീസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ രൂപപ്പെടാനുള്ള കാരണം. ഈ ഒരു ജീനാണ്. ഓക്കെ, റെഡി? അപ്പം നമ്മൾ ടോട്ടൽ ക്രോമസോം എത്രയാണ് പറഞ്ഞാൽ 46. ആ 46 എണ്ണത്തിൽ 44 എണ്ണം എന്താണ്? നമ്മുടെ സൊമാറ്റിക് ക്രോമസോം അല്ലെ സ്വരൂപ ക്രോമസോമാണ്. വ്യത്യാസമൊന്നുമില്ല അല്ലെ? നമുക്കിതിനെ എന്ത് വിളിക്കാം? 22 പെയർ എന്ന് വിളിക്കാം, 22 ജോഡി എന്ന് വിളിക്കാം. ആ 22 പെയറിൽ ആ 44 എണ്ണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെയിം ആണ്. പക്ഷേ സെക്സ് ക്രോമസോം അങ്ങനെയല്ല. സെക്സ് ക്രോമസോമിൽ വ്യത്യാസമുണ്ട്. സ്ത്രീകളിൽ എങ്ങനെയാണ്? XX ആണ്. പുരുഷന്മാരിലോ XY ആണ്. ഓക്കെ, അപ്പോൾ ഒരു പെയർ എന്താണ്? നമുക്ക് സെക്സ് ക്രോമസോമാണ് ഒരു പെയർ. അങ്ങനെ ടോട്ടൽ 23 പെയർ, 46 എണ്ണം. റെഡി ആയോ? 44 + 2, 44 + 2 ടോട്ടൽ 46. റെഡി? അപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ എത്ര ക്രോമസോമുകൾ ഉണ്ടെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അവരെ റെപ്രസെൻ്റ് ചെയ്യുക, 44 + XX. പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ നമ്മൾ 44 + XY. ഇതിൽ ഈ 44 അല്ലെങ്കിൽ 22 പെയർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സ്വരൂപ ക്രോമസോം അല്ലെ സൊമാറ്റിക് ക്രോമസോമാണ്. ഈ XY അല്ലെങ്കിൽ XX എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അത് സെക്സ് ക്രോമസോമാണ് അല്ലെ ലിംഗനിർണയ ക്രോമസോമുകളാണ്. സിമ്പിൾ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞൊരു സാധനമായിരുന്നു, നമുക്ക് 2 മീറ്റർ ലോങ് DNA ഉണ്ട് അല്ലേ? ഡബിൾ ഹെലിക്കൽ DNA ആണ്. ആ DNAയുടെ ഓരോ ഭാഗത്തിന് ചിലത് നല്ല നീളം ഉണ്ടാവും, ചിലത് ചെറുതായിരിക്കും. ഓരോ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയും? ജീൻ എന്ന് പറയും. ആ ജീനാണ് നമ്മളുടെ എല്ലാവരുടെയും സ്വഭാവം നിയന്ത്രിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം മെറ്റബോളിസം നിയന്ത്രിക്കുന്നത്.
അല്ലേ? അപ്പോൾ ജീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്. നമുക്കറിയാം DNA എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. പ്രോട്ടീൻസ് വിച്ച് ആർ സിന്തസൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻ. നമ്മളുടെ ശരീരത്തിൽ ഓരോരുത്തരിലുമുള്ള ജീനിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പ്രോട്ടീൻ എന്തിനാ? മുടി പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ എൻസൈമുകളും പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് പ്രോട്ടീൻസ് ആണ്, അല്ലേ? അപ്പോൾ ഈ പ്രോട്ടീനുകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലെ ജീനിൻ്റെ പ്രവർത്തനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി which are responsible for the formation of characteristics. നമ്മളുടെ ഓരോരുത്തരുടെയും മൂക്ക് ഇങ്ങനെയായി, ചുണ്ട് ഇങ്ങനെയായി, കവിൾ ഇങ്ങനെയായി, സ്കിൻ ഇങ്ങനെയായി, മുടി ഇങ്ങനെയായി, ഹൈറ്റ് ഇങ്ങനെയായി, ദേഷ്യപ്പെടുന്നു, സങ്കടപ്പെടുന്നു. ഈ ഓരോരുത്തരുടെയും സ്വഭാവത്തിന് കാരണം എന്താണ്? ഓരോ ജീനുകളാണ്, അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന പ്രോട്ടീനുകളാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിലെ ജീനുകളാണ്. അപ്പോൾ നമ്മുടെ ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ക്രോമസോമിൻ്റെ അകത്ത് DNA ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. ആ DNA ഓരോ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ജീൻ എന്ന് പറയുക. ആ ജീനിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാം? ന്യൂക്ലിയോടൈഡുകൾ കാണാം, കാരണം DNA അല്ലേ. ഓക്കെ, ഇനി നമ്മൾ DNA കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് വിടാൻ പാടില്ലാത്ത ഒരാളാണ് RNA. ഓക്കെ, അപ്പോൾ മക്കളെ DNA കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 2 ഇഴകളുണ്ട്, അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞു? DNA, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്. റെഡി? ഇതിനകത്ത് 2 സ്ട്രാൻഡ് ഉണ്ട്. ആൻഡ് ഇതിനകത്തുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? നമുക്ക് എഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, അല്ലേ? റെഡി? ഇനി ഇതിനകത്തുള്ള ഷുഗർ നമ്മൾ പറഞ്ഞു ഡിയോക്സി റൈബോസ് ഷുഗറാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞത്? അതെൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കറക്റ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാർട്ട് 3 വീഡിയോ ഇടുള്ളൂ. കാരണം നിങ്ങൾ കാണുന്നില്ല, നിങ്ങളിതിന് റെസ്പോണ്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വീഡിയോസ് ഇടണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് DNA ഷുഗറിനെ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് എന്നുള്ളത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ DNA. ഇനി RNA നോക്കുകയാണെങ്കിൽ DNA പോലെ തന്നെയുള്ള ഒരു ന്യൂക്ലിക് ആസിഡാണ്. ഓക്കെ, ഒരു ന്യൂക്ലിക് ആസിഡാണ്. ഇതിൻ്റെ പേരെന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ്. റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു DNA ഡിയോക്സി റൈബോസ് ഷുഗറാണ്. ഇവിടെയാണെങ്കിലോ വെറും റൈബോസ് ഷുഗർ. വെറും റൈബോസ് ഷുഗറാണ്. ആൻഡ് DNAക്ക് 2 ഇഴകളുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ട്രാൻഡ് മാത്രമാണുള്ളത്, സിംഗിൾ സ്ട്രാൻഡ്. ഇനി ഇവിടെ എഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇവിടെയുണ്ട്. എഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പക്ഷേ ഇവിടുത്തെ തൈമിന് പകരം RNA വേറൊരാളാണ്, അയാളാണ് യുറാസിൽ. ആരാ? യുറാസിൽ. RNA തൈമിനില്ല, പകരം യുറാസിലാണ്. അപ്പോൾ ഇവരുടെ ഇഷ്ടം എങ്ങനെയായിരിക്കും? എഡനിൻ ഡബിൾ ബോണ്ട് വിത്ത് ഇവിടെ തൈമിനാണ്, ഗ്വാനിൻ ട്രിപ്പിൾ ബോണ്ട് വിത്ത് സൈറ്റോസിനാണ്. ഇവിടെ ആയിരിക്കുമോ? ഇവിടെ എഡനിൻ ഡബിൾ ബോണ്ട് വിത്ത് യുറാസിലാണ്, കാരണം ഇവിടെ തൈമിനില്ലല്ലോ. ആൻഡ് ഗ്വാനിന് വ്യത്യാസമൊന്നുമില്ല, ട്രിപ്പിൾ ബോണ്ട് വിത്ത് സൈറ്റോസിൻ. റെഡി? അതാണ് നമ്മുടെ RNA. വ്യത്യാസമൊന്നുമില്ല. എഡനിൻ യുറാസിലാണ്, തൈമിന് പകരം സൈറ്റോസിൻ, ഗ്വാനിൻ, എഡനിൻ, യുറാസിൽ. ഓക്കെ, വേറെ ഒന്നിലൊരു വ്യത്യാസമില്ല. ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ അല്ല, പകരം വെറും റൈബോസ് ഷുഗറാണ്. എന്തുകൊണ്ടാണ് DNA ഡിയോക്സി റൈബോസ് ഷുഗർ എന്നുള്ളത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ അതും അറിയിക്കുക. അതേപോലെ തന്നെ April 21 നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ ലോഞ്ചാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത മക്കൾ എല്ലാവരും ഉണ്ടാവണം അന്നത്തെ നമ്മുടെ ലൈവിൽ. അതേപോലെ തന്നെ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവണം. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഈ ചാപ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റർ, അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും ക്ലിയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ട് 3 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മുടെ ബാച്ച് ലോഞ്ച് മറക്കരുത്, April 21. ഓക്കെ.